അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനോഹരമായ ഈ ഭൂമി എത്ര ശാന്തമാണ്, എത്ര സുന്ദരമാണ്. വളരെ ഹരിതാപമായ ഈ ഭൂമിയിൽ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമുക്ക് ജീവിക്കാനുള്ള വിഭവങ്ങളെ ഒതുക്കി വച്ചിട്ടുള്ളത്? കർഷകർ വിത്തെറിയുമ്പോൾ ആ വിത്തുകൾ ഈ ഭൂമിയിൽ മുളപൊട്ടുമ്പോൾ ആ മുളയിൽ നിന്ന് മനുഷ്യൻ്റെ ഉപജീവനങ്ങൾ നടക്കുമ്പോൾ അതിജീവനത്തിൻ്റെ വല്ലാത്ത കഥകൾ ഈ ഭൂമി നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. അധ്വാനിക്കുന്ന മനുഷ്യൻ, കർഷക തൊഴിലാളിയായ മനുഷ്യൻ, അവൻ്റെ ഊർജം ഈ ഭൂമിയിൽ പ്രയോഗിക്കുമ്പോൾ ആ ഭൂമി അവന് തിരിച്ചു നൽകുന്നത് എത്ര വിഭവസമൃദ്ധമായ ഭക്ഷ്യപദാർത്ഥങ്ങളാണ്. ഇതേക്കുറിച്ചാണ് സൂറത്തുൽ യാസീൻ ഒരു ദൃഷ്ടാന്തമായി മനുഷ്യനെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വായത്തുല്ലഹുമുൽ അർദുൽ മൈത്തത്തു അഹ്യൈനാഹ വ അഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു തഅക്കുലൂൻ. തരിശായി കിടക്കുന്ന, നിർജീവമായി കിടക്കുന്ന ഉണങ്ങിയ ഭൂമി, ആ ഭൂമി ഒരു ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക്. ആ ഭൂമിയിൽ നിന്ന് നാം വിത്തുകൾ മുളപ്പിക്കുകയും ആ വിത്ത് ഉൽപ്പാദനക്ഷമമായി ഭക്ഷ്യയോഗ്യമായ നെല്ലുകളും ഗോതമ്പുകളും മറ്റു ധാന്യങ്ങളും നൽകി മനുഷ്യൻ അതിൽ നിന്നും അവൻ്റെ പട്ടിണി മാറ്റുന്നു, അവൻ ആ ഭക്ഷണം കഴിക്കുന്നു. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മനുഷ്യനൊട്ടേറെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പഠിക്കാനുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ ഭൂമിക്കിടയിൽ നമ്മൾ എത്രയോ തോട്ടങ്ങളെ, ആ തോട്ടങ്ങൾക്കിടയിൽ അരുവികളെ, അതിന് യോഗ്യമായ വെള്ളങ്ങളെ ഒക്കെ നമ്മൾ ചാലുകളായി, അരുവികളായി, തോടുകളായി ഈ ഭൂമിയിൽ കീറി അതിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. മറ്റൊരു സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അതിൽ എത്രമാത്രം ധാന്യങ്ങൾ മാത്രമല്ല, പഴങ്ങൾ മാത്രമല്ല, മറ്റു വിവിധങ്ങളായ വിവിധ ടേസ്റ്റുകളിൽ, വിവിധ നിറങ്ങളിൽ, വിവിധ രുചികളിൽ, അതെല്ലാം ഈ ഒരേ ഒരു ഭൂമിയിൽ നിന്ന് മനുഷ്യന് കിട്ടുന്നു എന്ന് വെച്ചാൽ അത് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെയാണ് മനുഷ്യനെ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം ഈ കൃഷിയെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ഭൂമിയുടെ ഉൽപ്പാദനക്ഷമതയെക്കുറിച്ച് നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പലപ്പോഴും ഒരു കർഷകൻ അനുഭവിക്കുന്ന സുഖം ആ മണ്ണിൽ നിന്ന് അവൻ അനുഭവിക്കുന്നത് വല്ലാത്തൊരു സുഖമാണ്. ഈ ഭൂമിയിൽ ഒരു മരം നട്ടാൽ, ഒരു കൃഷി ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് കഴിക്കുന്ന മൃഗങ്ങൾ, പക്ഷിലതാദികൾ, പക്ഷികൾ, പറവകൾ, മറ്റു ജീവജാലങ്ങൾ, പുൽച്ചാടികൾ തുടങ്ങി എത്രയോ നമ്മൾ കാണുന്നതും കാണാത്തതുമായ ജീവജാലങ്ങൾ, അതെല്ലാം ഈ മനുഷ്യൻ ഉണ്ടാക്കിയ കൃഷികളുടെ, നാണ്യവിളകളുടെ, പഴങ്ങളുടെ ഒക്കെ രുചി അതിൽ നിന്ന് അവർ പല രൂപത്തിൽ അത് ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ അതെല്ലാം ആ ജീവജാലങ്ങൾക്ക് മനുഷ്യൻ നൽകുന്ന സ്വതക്കയുടെ കൂലി അത് ഉൽപ്പാദിപ്പിച്ചവന്, അതുണ്ടാക്കിയവന് ലഭിക്കുന്നു എന്ന് വെച്ചാൽ അത് വല്ലാത്ത ഒരു ആനന്ദത്തിൻ്റെ ഒരു സന്ദർഭമാണ്. ഒരു മനുഷ്യൻ ഒരു മാവിൻ്റെ തൈ നട്ട് അവൻ മരിച്ചു പോയാലും ആ മാവ് വലുതായി, അത് കായ്ച്ച് അതിൽ നിന്ന് പഴങ്ങളുണ്ടായി, മാവിൽ നിന്ന് ഒരുപാട് മാമ്പഴങ്ങളുണ്ടായി, അത് കഴിക്കുന്ന ജീവജാലങ്ങളുടെ സ്വതക്കയുടെ കൂലി അനന്തമായി അവൻ ലഭിക്കുന്നു എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചാണ് ദൃഷ്ടാന്തമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഈ പ്രകൃതിയെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ഇതിലെ എല്ലാ ഉത്ഭവങ്ങളെക്കുറിച്ചും മനുഷ്യൻ ചിന്തിക്കണം. ആ ചിന്തയുടെ, ദൃഷ്ടാന്തങ്ങളുടെ പാഠങ്ങൾ മനുഷ്യന് മുമ്പിൽ എല്ലാ ദിവസവും ഇങ്ങനെ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ പ്രകൃതി നൽകുന്ന പാഠം. ഈ പ്രകൃതിയെ നമ്മൾ കൃത്യമായും സംരക്ഷിക്കണം എന്നതുകൂടി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു, ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു.